Hey guys, good morning. നമ്മൾ തിരുപ്പതി എത്തിക്കഴിഞ്ഞു. മണി ഇപ്പോൾ ഏകദേശം 9 മണിയായി. അനൗൺസ്മെൻ്റ് ഒക്കെ തെലുങ്കിലാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഫ്രഷപ്പ് ചെയ്യണം. ഒന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് പുറത്തിറങ്ങാം. ഇപ്പോൾ ഫ്രഷപ്പ് ചെയ്യാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ AC വെയിറ്റിംഗ് ഹാളുണ്ട്. ഒരാൾക്ക് 24 രൂപയേ ഉള്ളൂ. ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, വാഷ്റൂമൊക്കെ ഉണ്ട്, കുളിക്കാൻ പറ്റും, എല്ലാ സംവിധാനമുണ്ട്. അപ്പോൾ ഞാനിന്ന് ഇവിടുന്നാണ് ഫ്രഷപ്പ് ചെയ്യുന്നത്. സോ നമുക്കകത്ത് നോക്കാം. ടോക്കൺ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് പെർ ഹെഡ് ആക്ച്വലി 24 രൂപയേ ഉള്ളൂ. വാഷ്റൂമൊക്കെ ഉണ്ട്. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ്. ലേഡീസിന് അപ്പുറത്താണ്, ജെൻസിന് ഇവിടെയാണ്. ചാർജിങ് പോർട്ട്സൊക്കെ ഉണ്ട്. ബോയ്സ്, ഞാൻ അത് ഇറങ്ങി. AC വെയിറ്റിംഗ് ഹാൾ ഞാൻ റെഡിയായി. മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ ലഗേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോയിട്ട് വരാം. നമ്മൾ ഫസ്റ്റ് ഈ കൗണ്ടറിൽ നിന്ന് ബില്ലെടുക്കണം. നമ്മളൊരു റെസിപ്റ്റ് തരും. നമ്മുടെ ബാഗ് ഏത് ഷെൽഫിലാണ് വെക്കുന്നത്, ഒരു സീരിയൽ നമ്പർ ഇട്ട് വെക്കുന്നത്, അതിൻ്റെ നമ്പർ ഇട്ട് നമ്മുടെ പേര് എഴുതി തരും. അപ്പോൾ നമുക്ക് ബാഗ് ഇവിടെ വെച്ചിട്ട് പുറത്തിറങ്ങാം. സോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണ്. ആ കാണുന്ന തിരുപ്പതി മലയിലോട്ട് പോകാനുള്ള ബസ് സ്റ്റോപ്പ്. ആക്ച്വലി നമുക്ക് പോകേണ്ടത് മെയിൻ ബസ് സ്റ്റോപ്പിലാണ്. നമ്മൾ ഓട്ടോയിലെ ബസ് സ്റ്റോപ്പിൽ പോകാൻ പോകുന്നത്. സോ ഒരാൾക്ക് 50 രൂപയേ ഉള്ളൂ. 50 രൂപ കൊടുത്ത് പോവുക. 50 രൂപ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തരും. AP ടൂറിസം നമ്മുടെ ഈ ഓട്ടോ AP ടൂറിസത്തിൻ്റെ ലോക്കൽ ടൂർ സൈറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആന്ധ്ര ഗവൺമെൻറ് തന്നെ ചെയ്യുന്ന ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് തിരുപ്പതി ദേവസ്ഥാന അമ്പലത്തിലോട്ട് നമ്മൾ ഇന്ന് പോകുന്നില്ല. നാളെയാണ് ദർശനം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 15-ാം തീയതി, ഇന്ന് 14-ാം തീയതി ആയതേ ഉള്ളൂ. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് താഴെ ലോക്കലായിട്ടുള്ള കുറച്ച് അമ്പലങ്ങൾ കാണുന്നുണ്ട്. ഏകദേശം ഒരു 7-8 അമ്പലം രാവിലെ ഇവർ തന്നെ കൊണ്ടുപോകും, പാക്കേജായിട്ട് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഓട്ടോ ചേട്ടൻ നമ്മളെ കൊണ്ടുപോയിട്ട് ചേട്ടനൊരു താങ്ക്സ്. ഇതാണ് ശ്രീനിവാസ പിൽഗ്രിം അമ്യൂണിറ്റീസ് കോംപ്ലക്സ്. സോ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. അകത്ത് കയറി റൈറ്റ് സൈഡിൽ ഒരു കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിൽ തന്നെ ചോദിച്ചാൽ മതി. നമുക്കിങ്ങനെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയാണെന്നുള്ള കാര്യം പറഞ്ഞു. കോംപ്ലക്സിൽ തന്നെ കാണാൻ മാത്രം കുറേ കാര്യങ്ങളുണ്ട്. അവർ ഡെക്കറേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പത്മാവതി അമ്മയും വെങ്കടേശ്വര സ്വാമിയും. ലോക്കൽ ടെമ്പിൾ അവിടെ വിളിക്കുന്നുണ്ട്. സോ നമുക്കവിടെ നോക്കാം. ലോക്കൽ ടെമ്പിളിലാണ്. ഇവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. നോട്ടീസൊക്കെ തന്നായിരുന്നു എവിടെയൊക്കെ പോകും, എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിന്. ഈ നോട്ടീസ് ഞാൻ ഫോട്ടോ എടുത്തിടാം. പിന്നെ ഈ കൗണ്ടർ ഇതാണ്, ഇൻഫർമേഷൻ ആൻഡ് റിസർവേഷൻ ഓഫീസ് എന്നുള്ളതിൽ. സോ ഇവിടെ പോയിട്ട് നിങ്ങളുടെ പേര് പറഞ്ഞ് ടിക്കറ്റ് എടുക്കുക. ഒരുപാട് പേര് വരുന്നുണ്ട് ലോക്കൽ ടെമ്പിൾ സൈറ്റ് സീയിങ്ങിന്. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്കൂർ 6 മണിക്കൂറിനകത്ത് എത്ര ടെമ്പിൾ കൂട്ട് പോകാം? 6 ടെമ്പിൾ വിളിച്ചുകൊണ്ട് പോകും. పద్మావతి అమ్మవారు, అగస్టేశ్వర స్వామి, కళ్యాణ వెంకటేశ్వర స్వామి, కపిల తీర్థం, బకులమాత, గోవిందరాజ ట్రాఫిక్. ഇത്രയും ടെമ്പിളിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന പറയുന്നത്. ഞാൻ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ ഇറങ്ങുന്നുണ്ട്. സോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സീറ്റ് നമ്പർ 4 ആണ്. ഏകദേശം ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇവരെന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടെമ്പിൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഗൈഡ് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യും. ഏത് ടെമ്പിളാണ്, ടെമ്പിൾ എങ്ങനെയാണെന്നുള്ള കാര്യം, അതിൻ്റെ സവിശേഷതകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഗൈഡ്. ആ ചേട്ടാ, എൻ്റെ പേര് ബാലകൃഷ്ണ റെഡ്ഡി സർ. ബാലകൃഷ്ണ റെഡ്ഡി എന്നാണ് എൻ്റെ പേര്. കെ ബാലയ്യ. ഓക്കെ, നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ്. ബസ് വരും. ബസ് നമ്പർ 0825 എന്നാണ് പറഞ്ഞേക്കുന്നത്. ബസ് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഞാൻ ഇടയ്ക്കൊരു ദിവസം മോളെ കൊണ്ടുവന്നപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം മോളെ കൊണ്ടുവന്നപ്പോൾ ഫാമിലിയായിട്ട് വന്നപ്പോൾ ആക്ച്വലി ഇവിടെ അടിപൊളിയായിട്ടൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ്. പാർക്കല്ല, ഒരു ഗാർഡനിങ് ക്ലിയർ ആയിട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇവിടെയൊക്കെ മോളെ എത്തി കളിപ്പിച്ചായിരുന്നു. ഇവരുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്.
ബസ് വരാൻ കുറച്ച് ലേറ്റായി എന്നുണ്ടെങ്കിൽ ഇവിടെ കയറി അങ്ങ് ഫോട്ടോ കാച്ചിക്കൊള്ളാം. അപ്പോൾ നമ്മളിവിടെ ബസ് ഇവിടെ കിടപ്പുണ്ട്. ബസ്സിൽ കയറട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സോ ഇവിടെയാണ് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. ചൂടുണ്ട് ഗൈസ്. നമുക്കിരിക്കാം. വണ്ടി ഇപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് 11 മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ಬಾಲಕೃಷ್ಣ ರೆಡ್ಡಿ ಸರ್ ನಾಗಂಗಲ ಕೂಡ ಒಲೆ ಕಾಂಚಿಲಿ ಕೊಟ್ಟಬೇಕು ಸರ್. ఇంకా టూర్లో మొత్తం 6 కోయిలు కవర్ పడ్డాయి సార్. ನಮ್ಮ ಮೊದಲ ಬರಕೊಂಡು ಒಕ್ಕಲ ಮಾತ ಫಸ್ಟ್ ಅಮ್ಮನ ಕೋಯಿಲು ಕೋಟೆ ಬರೆ ಸರ್. ಸೆಕೆಂಡ್ ಟೆಂಪಲ್ ಶ್ರೀನಿವಾಸ ಮಂಗಾಪುರಂ ಕಲ್ಯಾಣ ವೆಂಕಟೇಶ್ವರ ಬೇರೆ ಪೆರುಮಾಳ್ ಕೋಯಿಲು ಕಾಬೇಕು ಸರ್. ಥರ್ಡ್ ಟೆಂಪಲ್ ಅಗಸ್ತೀಶ್ವರ ಶಿವನ್ ಕೋಯಿಲು ಕಾಬೇಕು ಸರ್. ಫೋರ್ತ್ ಟೆಂಪಲ್ ತಿರುಚಾನೂರ್ ಪದ್ಮಾವತಿ ಅಮ್ಮನ ಕೋಯಿಲು ಕೋಟೆ ಬರೆ ಸರ್. ಫಿಫ್ತ್ ಟೆಂಪಲ್ ಕಪಿಲೇಶ್ವರ ಕಪಲ್ ತೀರ್ಥಂ ಕಾಮಿಕರ. சிக்ஸ்த்து டெம்பிள் கோயில்ராஜ சுவாமி டெம்பிள் கிட்ட கூட்டிட்டு போய் அங்கே விட்டுட்டு அப்புறம் ஸ்ரீனிவாசம் போகிற வண்டி நாங்கள் அங்கே கோயில் கூட வந்து காமிச்சிட்டு கூட்டிட்டு போய்க்கோம் சார். சிக்ஸ்த்து டெம்பிள் மட்டும் நீங்களே போகணும். இதுக்கு அங்கே டிராஃபிக் ஸ்டேஜ் பண்ணலாம். அங்கே வந்து டவுனில் இருக்கிற கோயில் வந்து டெம்பிள் நிற்க வண்டி டிராஃபிக்கில் நிற்க முடியாது. ஓன்லி அங்கே விட்டுட்டு அப்புறம் ஸ்ரீனிவாசம் போகுது வண்டி. மொத்தம் 6 கோயில் கூட்டி போய் சார். மொத்தமாக வந்து இப்போ வந்து நம்ம முதல்ல போகிற അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് കാണാം ഞാൻ ലോക്കൽ ആന്ധ്രാപ്രദേശ് സൈറ്റ് സീയിങ്ങിൽ ഏതൊക്കെ ടെമ്പിൾസ് വിസിറ്റ് ചെയ്തു, ആ ടെമ്പിൾസിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്, മറ്റ് പല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ എന്തൊക്കെ നടത്തുന്നുള്ള കാര്യം നമുക്ക് ഉടൻ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ, അതായത് കീഴ് തിരുപ്പതിയിൽ നിന്ന് മേൽ തിരുപ്പതി വരെ 7 മലകൾ നമ്മൾ നടന്ന് കയറി അങ്ങ് മേൽ തിരുപ്പതിയിലോട്ട് ചെന്ന് ബാലാജിയെ ദർശനം എടുക്കുന്നുണ്ട്. സോ ആ പോകുന്ന വഴിയിലോട്ടുള്ള കാഴ്ചകളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. പിന്നെ മേളിൽ അമ്പലത്തിൻ്റെ സൈഡും പിൽഗ്രിംസ് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ആ സൈഡിലുള്ള കമ്പോളങ്ങളും ഷോപ്പിംഗ്സിൻ്റെ രീതികളും എല്ലാം കാണിച്ച് റിട്ടേൺ വരുന്നുള്ള കാഴ്ചകൾ ഞാനൊരു എപ്പിസോഡ് രീതിക്ക് ഇടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈൻഡ്ലി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് തട്ടി വിട്ടേക്കണേ. ചിയേഴ്സ്. അപ്പോൾ ഓക്കെ ഗൈസ്, വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ